all, this is Arun here, your coach, your mentor, your trainer in trading. ഇന്ന് മാർക്കറ്റ് വല്ലാത്ത കൺസോൾട്ടേഷൻ കാണിച്ചിട്ട് some extent and later അത് പയ്യെ ഇങ്ങനെ വീണ് നല്ലൊരു ഫോളോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആയിരുന്നു, നമ്മൾ ബെയറിഷ് ആയിട്ട് നോക്കിയിട്ട് തന്നെ ഇല്ലായിരുന്നു. ഇപ്പോഴും ടു സം എക്സ്റ്റെന്റ് ബുള്ളിഷ് തന്നെയാണ്. ഇത്രയും വലിയ ഫോൾ വന്നിട്ട് സ്റ്റിൽ ബുള്ളിഷോ? ഡെഫിനറ്റ്ലി ഇന്ന് ഒരു സെർട്ടൻ ലൈക്ക് നമുക്കറിയാം ന്യൂസ് ബേസിസിൽ ഓൾമോസ്റ്റ് സം എക്സ്റ്റെന്റ് വീണതായിരിക്കാം, റൈറ്റ്? സോ ഗോൾഡ് വീണു, ക്രൂഡ് ഓയിൽ വീണു, ഇതെല്ലാം ന്യൂസ് ബേസിസിൽ വീണതാണ് ടു സം എക്സ്റ്റെന്റ് എന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു. നമുക്കും ഇന്ത്യൻ മാർക്കറ്റിലും ആ ഒരു സെർട്ടൻ എഫക്റ്റ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സേഫ് ആയിട്ട് പൊസിഷൻസ് എടുക്കുകയും ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും തന്നെ ചെയ്തില്ല, കാരണം അനങ്ങാനായിട്ടില്ല, നമുക്ക് ആ ബുള്ളി സൈഡിലോട്ട് വരുന്നില്ലായിരുന്നു. മാക്സിമം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു, ഒന്നും നടന്നില്ല. ഫോളോ ചെയ്തു ഓൾമോസ്റ്റ് 2.5 2:30 ആയപ്പോഴത്തേക്ക് നമ്മളുടെ ലൈവ് സെഷൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ എല്ലാ ദിവസവും 9 മണി മുതൽ 3:30 വരെ നമുക്ക് ലൈവ് സെഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യുന്നു, ഒരുമിച്ച് ലേണും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ചാർട്സിലോട്ടൊന്ന് പോയി നോക്കാം, എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യം നോക്കി നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റി ആണ്, നിഫ്റ്റി ഇവിടെ, റൈറ്റ്? നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു ഈ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണ് നമുക്ക് എടുക്കാമെന്നുള്ളത്. ബട്ട് ഒരു ഹാമർ ആയിരുന്നു, അത്ര സ്ട്രോങ് ആയിട്ട് വ്യൂ ഇല്ലായിരുന്നു. സോ 1% റിസ്ക് മാത്രമാണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ലൈക്ക് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഹൈ ഓക്കെ ഫൈൻ, അത് തിരിച്ച് ഇങ്ങനെ വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെയും ഈ റേഞ്ച് ഈ ഒരു സപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു ഹൈ മൂവ് ചെയ്യുന്ന ടൈമിൽ ഇനി നമുക്കൊരു ചാൻസ് ഇല്ല, ഒരു മൊമെന്റം കാണുമെന്നുള്ളതിൽ. ബട്ട് എന്നാൽ തിരിച്ചത് ഫോളോ ചെയ്തു. ഈ ഒരു 50 EMA ബ്രേക്ക് ചെയ്തിട്ട് നേരെ അത് ഒറ്റ വീഴ്ച എവിടെയാണ്? പ്രീവിയസ് ഹയർ ലോയുടെ റേഞ്ചിൽ നമ്മൾ ഓൾമോസ്റ്റ് 2.5 ഗ്യാപ്പ് ഈ റേഞ്ചിൽ നമ്മൾ ക്ലോസ് ചെയ്തായിരുന്നു ട്രേഡ്. ഐ മീൻ ലൈക്ക് ലൈവ് സെഷൻ കഴിഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടം വരെ വരാനുള്ളതുണ്ട്, ബാക്കി എങ്ങനെയാന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം, ഇല്ലെങ്കിൽ പിന്നീട് കണ്ടറിയാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈവ് സെഷന് മുമ്പായിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കണ്ട ഒരു പോയിന്റ് ആണ് ഇത്. കറക്റ്റ് ആ ഒരു സെർട്ടൻ പോയിന്റിൽ തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ ഓടിപ്പോയി ലൈവിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. സോ ഇത് ഈ റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. ഇനി കറന്റ് നമ്മുടെ വ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സം എക്സ്റ്റെന്റ് ഇത് നോൺ ട്രേഡിംഗ് സോൺ ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇനി നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സോൺ കണ്ടോ, ഇതിന് താഴെ എപ്പോൾ മാർക്കറ്റ് വരുന്നോ ഇല്ലെ ഫോൾ ആകുന്നോ നമുക്ക് അവിടുന്ന് ബെയറിഷ് വ്യൂ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫൈൻ, അവിടുന്ന് നമുക്ക് ബെയറിഷ് ആകാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 20,740യും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 20,542. അത്യാവശ്യം നല്ല ടാർഗറ്റ്സ് ഉണ്ട്. നാളെ തന്നെ ഇത്രയും വീഴണമെന്നില്ല. നാളെ ഫസ്റ്റ് ടാർഗറ്റും ഇവിടെ ഒരു മൈനർ ടാർഗറ്റും ഉണ്ട് 20,700ഉം. ഇതുവരെ വന്നാൽ മതി, അത്യാവശ്യം ക്യാച്ച് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. നാളെ ഗ്യാപ്പ് ഡൗൺ ആകാം, ഗ്യാപ്പ് അപ്പ് ആകാം. ഗ്യാപ്പ് അപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈ ബുള്ളിഷ് വ്യൂ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 21,025 ഇത് ബ്രേക്ക് ചെയ്ത് പോകണം. ഈ ഒരു സെർട്ടൻ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഇന്നലത്തെ ടാർഗറ്റ് തന്നെ 21,069ഉം 21,198ഉം ആയിരിക്കും നമ്മളുടെ വ്യൂ. ഓൾറൈറ്റ്, സി ഓക്കെ, ഇത് നമ്മളുടെ ഓക്കെ. ഇവിടെ നമ്മൾ യൂണിയൻ ബാങ്ക് സ്വിംഗ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ 116ൽ നിന്ന് ഇന്നത് പോയത് 224ലോട്ടാണ് പോയത്. നല്ല റിസൾട്ട് ആയിരുന്നു, നല്ല 223 224 ആയിരുന്നു. അത്രയ്ക്ക് ഹ്യൂജ് റാലി ആയിരുന്നു നമുക്ക് ഇതവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ലൈക്ക് ഇന്ന് നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ വെൻ കമ്പയർഡ് ടു അതർ ഡേയ്സ് ഓൾമോസ്റ്റ് ലൈക്ക് അത്യാവശ്യം ഹ്യൂജ് പ്രോഫിറ്റ് ഓൺ ആൻ ആവറേജ് സ്റ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽപ്പുണ്ട്. ഇതായിരുന്നു നമ്മളുടെ വ്യൂ ഉണ്ടായിരുന്നത്. ബട്ട് ഇത് ബുള്ളി സൈഡിലോട്ടൊന്നും വന്നില്ലായിരുന്നു. സോ നോൺ ട്രേഡിംഗ് ഡേ ആയിരുന്നു. ടു സം എക്സ്റ്റെന്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിനനുസരിച്ച് നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കാത്തൊരു ദിവസമായിരുന്നു. ഇത് ഹാമർ ആയിരുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിഫ്റ്റി മാത്രം പുഷ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. അതും അത്ര സ്ട്രോങ് അല്ല, ബട്ട് ദർ ഈസ് എ പ്രോബബിലിറ്റി എന്ന് പറയുന്ന പോലെ, റൈറ്റ്? ഇതായിരുന്നു നിഫ്റ്റിയിലത്. നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സിയോ ഫസ്റ്റ് ഇവിടുന്ന് ക്യാച്ച് ചെയ്തു. ഈ ഒരു സെർട്ടൻ ലെവലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പുഷ് വരും എന്ന രീതിയിൽ നമ്മളിവിടുന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രം ഹിയർ, റൈറ്റ്? ബട്ട് അത് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ വിത്ത് നിഫ്റ്റി ബേസിസിലായി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ റാലി തന്നില്ല. ഇനിയും പ്രതീക്ഷിച്ചത് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ ഒരു കൺസേൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇന്നത്തെ ലോയ്ക്ക് താഴെ ഇല്ലെങ്കിൽ ഈ ഒരു സെർട്ടൻ ലെവലിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ ഒരു സെർട്ടൻ ലെവലിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യാം. നമുക്കൊരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. ഫൈൻ, 2 ബി ഉണ്ട്. ഓക്കെ ഫൈൻ.
ഇതിന് താഴെ വരികയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ഇത് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് സമയം അറൗണ്ട് ഹിയർ, ഈ സോൺ ആയിരിക്കും. സോ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് കീപ്പ് ചെയ്താൽ ബാക്കി നാളെ ലൈവിലുണ്ടല്ലോ, റൈറ്റ്. വേറൊരു കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എക്സ്പയറി ആണ്, റൈറ്റ്. അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. സൈഡ് ബേസിൽ പോകാം. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, റൈറ്റ്, ഇവിടം തൊട്ട് ഇവിടം വരെ ഇത്രയും, ഇതെന്ന് പറയുന്നത് ഒരു നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. ഇത്രയും ഒരു നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് നല്ല പ്രോബബിലിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ദെൻ അബൌട്ട് ഫിൻനിഫ്റ്റി, അബൌട്ട് ഫിൻനിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം സിറ്റുവേഷൻ. ഈ സോണിന് താഴെ ആണെങ്കിൽ നമുക്കൊരു ബെയറിഷ് കീപ്പ് ചെയ്യാം. ബെയറിഷ് കീപ്പ് ചെയ്യുന്നതാണ്. ദെൻ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും, ഇതാണ് ആക്ച്വൽ നമ്മുടെ റിയൽ ബെയറിഷ് നമുക്ക് പറയാൻ കഴിയുക. ബട്ട് എന്നാൽ ഇത് അത്രയും അടുത്തല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കീപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബുള്ളിഷ് വ്യൂ ഇവിടെ തൊട്ടായിരിക്കും നമ്മളുടെ ബുള്ളിഷ് വ്യൂ. കാരണം ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ലൈക്ക് ന്യൂട്രൽ സ്റ്റേജ് നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ കറന്റ് നിൽക്കുകയാണിത്. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തു പോവുക. സോ ഇത് ഞാൻ എന്തായാലും എക്സൽ അപ്ഡേറ്റ് ചെയ്തിട്ട് എക്സൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെ ഇടുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ലെവൽ ഏതൊക്കെയാണ്. ഇതുപോലെ ലൈക്ക് നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റി, റൈറ്റ്. സോ ഇത് ഓൾമോസ്റ്റ് നോക്കി നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ഇവിടെ ന്യൂട്രൽ എല്ലായിടത്തും, റൈറ്റ്. ബുള്ളിഷ് ആകാം, ബെയറിഷ് ആകാം. ബുള്ളിഷ് സൈഡിലോട്ടാണെങ്കിൽ ഇതായിരിക്കും ലെവൽസ്, ബെയറിഷ് സൈഡിലോട്ടാണെങ്കിൽ ഇതായിരിക്കും ലെവൽസ് എന്ന രീതിയിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്ത് വെച്ചോളാം. സോ എല്ലാവരും നാളെ ട്രേഡ് ചെയ്യുമ്പോൾ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി ആണ്, നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇരിക്കുക. ഭയങ്കര വോളറ്റൈൽ ആകാം. ചിലപ്പോൾ നല്ലൊരു ഷാർപ്പ് മൂവ്മെന്റ് നമുക്ക് ഡൗൺവേർഡ്, മുകളിലേക്കാണ് അത്ര ഒരു മൂവ്മെന്റ് തരാൻ പ്രോബിലിറ്റി ഇല്ല. പക്ഷെ താഴത്തേക്ക് ഫോളോ ആവുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു പ്രോബിലിറ്റി. ഇന്ന് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക്, ഇന്ന് ഡേറ്റ ഔട്ട് ആകുമ്പോഴത്തേക്ക്, ഇന്ന് 5 മണി 7 മണി ഗ്യാപ്പിൽ ഡേറ്റ ഔട്ട് ആകുന്നതായിരിക്കും. ഡേറ്റ ഇതുവരെ ഔട്ട് ആയിട്ടില്ല. സോ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഡേറ്റ ഫുൾ ഔട്ട് ആകും. ഇതിന്റെ റിപ്പോർട്ടിന്റെ ബേസിസിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും മാർക്കറ്റ് എങ്ങനെ നാളെ പോസിറ്റീവ് ആയിട്ടായിരിക്കുമോ അതോ നെഗറ്റീവ് ആയിട്ടായിരിക്കുമോ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് നാളെ കാണാം. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഇവന്റ് നടന്നിട്ട് എല്ലാവരും ഒരുമിച്ച് വെയിറ്റ് ചെയ്തിരിക്കാൻ പോവുകയാണ് നാളത്തേക്ക്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത്രയും ടൈം എടുത്ത് നമ്മൾ ലെങ്തി ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക. ഇല്ലെങ്കിൽ ഇത്രയും പോരാ, വേറെ എന്തെങ്കിലും കൂടെ വേണം, OA ഡേറ്റ വേണമെന്ന് പറയുന്നുണ്ട്, അതിനു മുമ്പ് ഒരു OA ഡേറ്റ അനാലിസിസിന്റെ വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ കറന്റ് അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, ഡിസൈഡ് ചെയ്യാം എന്താണ് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. സോ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് കാണാവുന്നതാണ്. ബൈ.